ഒരു ട്രേഡറെ സംബന്ധിച്ച് 9:15 എന്ന് പറഞ്ഞ ടൈം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് ട്രേഡ് എടുക്കാൻ വേണ്ടി സെറ്റായിട്ടിരിക്കണം. 9:15 തൊട്ടിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നു തുടങ്ങുന്ന ടൈമാണ്. ഇന്ന് നമുക്ക് 9:15 ട്രിഗറായൊരു ട്രേഡ് ഉണ്ടായിരുന്നു. എത്ര പേർക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. അത് 9:15 തന്നെ കൃത്യം മാർക്കറ്റ് ടൈമിന് വന്നിരുന്നാലാണ് ആ ട്രേഡ് കിട്ടുള്ളൂ. നമുക്ക് 100 പോയിന്റ് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായ ഒരു ട്രേഡാണത്. നമുക്കിതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളൊന്ന് എല്ലാ ദിവസവും രാവിലെ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസാണ് ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ മെയിൻ സ്ട്രൈക്കുകളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എട്ടരയ്ക്കാണ് അപ്ഡേറ്റ് ചെയ്തത് എല്ലാതും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്കിലേക്ക് പോയി നോക്കാം. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ്, ഇതാണ് നിഫ്റ്റിയുടെ ലെവൽസ്. ഫസ്റ്റ് നമ്മൾ നിഫ്റ്റിയാണ് ചെക്ക് ചെയ്യാൻ പോണത്. മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല, ഇപ്പോഴും മാർക്കറ്റ് റണ്ണിങ് തന്നെയാണ്. നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിൽ തന്നെ ക്ലോസ് ചെയ്തു. പിന്നെ അടിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബയേഴ്സ് റിയേഷൻ ഉണ്ടെങ്കിൽ മേടിക്കാം ഡയറക്റ്റ്ലി. എന്ന് പക്ക എൻട്രിയാണ് എല്ലാതും കൂടിയിട്ട് വന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ബയേഴ്സ് റിജക്ഷൻ ഉണ്ട്. അവിടെ നിന്ന് മാർക്കറ്റ് നന്നായിട്ട് അടി വന്നിട്ടുണ്ട്. പിന്നെ ഈ മാർക്കറ്റ് മുകളിൽ കയറുമ്പോൾ പ്രൈസ് ആക്ഷൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത്ര അടിയിൽ വന്ന മാർക്കറ്റ് മുകളിൽ കയറുമ്പോൾ റിയേഷൻ ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എൻട്രി എടുക്കാൻ. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും ഇത് ഈ ക്യാനിൽ മുകളിൽ ക്ലോസ് ചെയ്തു, പിന്നെ ഈ റെഡ് ക്യാനിൽ അടിയിൽ ക്ലോസ് ചെയ്തു, പിന്നെ ഒരു ഗ്രീൻ ക്യാനിൽ മുകളിൽ ക്ലോസ് ചെയ്തു. ഇവിടെ റിജക്ഷൻ കിട്ടി. ഈ ക്യാനിലൊക്കെ റിജക്ഷൻ ക്യാൻസ് ആണ്. ഇവിടെയൊക്കെ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ എടുക്കാം. എവിടെ എടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് മുകളിൽ അത് കുറച്ച് പേരാണ് പോയിട്ടുള്ളൂ. പിന്നെയും മാർക്കറ്റ് അടിയിലേക്ക് തന്നെയാണ് വന്നത്. പിന്നെയും ബയേഴ്സ് റിയേഷൻ വന്നു. നമുക്ക് ഡയറക്റ്റ് പിന്നെ എൻട്രി തന്നെയാണ്. നമുക്ക് കാണാം അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് തന്നെയാണ് വന്നേക്കുന്നത്. ഇത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിച്ചത്. ഡയറക്റ്റ് എൻട്രീസ് ആണ് ഇതൊക്കെ. സ്പോട്ട് നോക്കി ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ അങ്ങനെ ഡയറക്റ്റ് എൻട്രീസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക്, സ്പോട്ടിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ഓക്കെ. ബാങ്ക് നിഫ്റ്റി എങ്ങനെ തന്നെയാണ് മൂവ് ചെയ്തേക്കുന്നത്. ഇവിടെയൊക്കെ നല്ല ബയേഴ്സ് റിയേഷൻ ഉണ്ട്. ഇനി മുകളിലേക്ക് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ സെല്ലേഴ്സ് റിയേഷനും ഉണ്ട്. എല്ലാതും വർക്കായിട്ട് തന്നെയാണ് നമുക്ക് ട്രേഡ് കിട്ടണത്. നമ്മൾ സ്പോട്ട് നോക്കിയിട്ടല്ല നമ്മുടെ ട്രേഡിങ്, നമ്മൾ സ്ട്രൈക്കിലാണ് ഫുള്ള് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രൈക്കിലേക്ക് പോകും. ഇന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് 53,500 പി, 53,500 സി, 24,600 സി, 24,700 പി. പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിലും ഉണ്ടായിരുന്നു നമ്മുടെ സെല്ലേഴ്സ് സ്കാനിൽ എങ്ങനെ വർക്ക് ചെയ്യണേ എന്നുള്ളതാണ്. നിങ്ങളത് പോസ്റ്റ് ചെയ്തിട്ടൊക്കെ കണ്ടുനോക്കുക. പിന്നെ നമ്മുടെ റൂൾസാണ്, ഇതാണ് നമ്മുടെ റൂൾസ്. ഇതിനനുസരിച്ചിട്ടേ നമ്മൾ ട്രേഡ് എടുക്കുള്ളൂ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യാം. ഇവിടെയാണ് ഞാനൊരു പ്രൈസ് പറഞ്ഞതെന്ന് വയ്ക്കുക. ഈ പ്രൈസിൻ്റെ മുകളിലേക്ക് ക്യാൻഡിൽസ് കയറി കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർലി നമ്മൾ വെയിറ്റ് ചെയ്യും. നമ്മുടെ ക്യാൻഡിൽസൊക്കെ വന്ന് നോക്കും. എന്നിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ വയ്ക്കുക. നമുക്ക് എപ്പോഴും നിഫ്റ്റിയിലാണെങ്കിൽ 10 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് 50 പോയിൻ്റാണ്. എല്ലാവരും മനുഷ്യ കൊണ്ടെടുത്ത് ബിഗിനേഴ്സ് ഇറങ്ങുക. നന്നായിട്ട് അറിയുന്ന ആൾക്കാർ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് അറിയണമെന്ന് മീൻസ് പ്രീവിയസ്ലി നല്ല എക്സ്പീരിയൻസുള്ള ട്രേഡേഴ്സ് ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിഫ്റ്റിയുടെ ഇത് നിഫ്റ്റി അല്ല, ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. ഇപ്പോൾ നിഫ്റ്റിയാണ് ഞാൻ ഇവിടെ പറയണത് കേട്ടോ, കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് സെല്ലേഴ്സ് റേഷ്യോ അവിടെ കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ എൻട്രി ഇടണു. ഇവിടെ തന്നെ എൻട്രി ഇട്ടു. നമ്മൾ ഇവിടെ നിന്ന് 10 പോയിൻറ്റ് ടാർഗറ്റ് അവിടെ വയ്ക്കണം, അടിയിലേക്ക് വയ്ക്കണം. 10 പോയിൻറ്റ് ടാർഗറ്റ് അവിടെ വയ്ക്കണം. നിഫ്റ്റി ഒരു 50 പോയിൻറ്റ് ടാർഗറ്റ് നിഫ്റ്റിയിൽ നമ്മൾ വയ്ക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. 50 പോയിൻറ്റ് നിഫ്റ്റിയിലും ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് 10 പോയിൻറ്റ്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് വയ്ക്കുന്നത്. നമ്മുടെ കണ്ടീഷൻ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആക്റ്റീവായ സ്ഥലത്തു നിന്ന് സ്റ്റോപ്പ് ലോസ് അടിയിലേക്ക് 10 പോയിൻറ്റ് വയ്ക്കുക. ആ പ്രൈസ് ഏതാണെന്നോ 100 രൂപയ്ക്ക് അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 90 രൂപ സ്റ്റോപ്പ് ലോസ്. ഈ ടാർഗറ്റ് 100 രൂപയ്ക്ക് അടിച്ച് കഴിഞ്ഞാൽ 150 രൂപ ടാർഗറ്റ്. നിങ്ങൾ 1:1 110 രൂപ എത്തുമ്പോൾ നിങ്ങൾ ഇറങ്ങുക. സേഫ് പ്ലേയേഴ്സിൻ്റെ കാര്യം പറയണത്. അതായത് ബിഗിനേഴ്സാണ് പറയണത്. നിങ്ങളൊരു 10 രൂപ എടുത്തിട്ട് ഒരു 40 ട്രേഡ് 50 ട്രേഡ് 10 രൂപ നിങ്ങൾ പ്രോഫിറ്റ് എടുത്ത് പഠിക്കുക. എന്നിട്ട് നമുക്ക് 1:2 20ലേക്ക് 30ലേക്ക് 40ലേക്ക് 50ലേക്ക് ഫസ്റ്റ് തന്നെ കയറി 50ലേക്ക് ആരും ഇരിക്കേണ്ട. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നിഫ്റ്റിയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കേണ്ടത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഇത് തന്നെയാണ്. നമ്മുടെ കണ്ടീഷൻ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ വെക്കേണ്ടത് 30 രൂപ ടാർഗറ്റാണ്, അല്ല 30 രൂപയാണ് സ്റ്റോപ്പ് ലോസ്. 30 വയ്ക്കുക. ഈ 30-ന് കാരണമുണ്ട്. എപ്പോഴും നമ്മളൊരു 20 പോയിൻ്റ് എനിക്ക് വെക്കാം അവിടെ. ഞാൻ 20 പോയിൻ്റ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി സ്റ്റോപ്പ് ലോസ് കൂട്ടണുള്ളൂ. പക്ഷെ ഞാൻ 30 പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാൻഡിൽസിന് ഒരു ബ്രീത്തിങ് സ്പേസ് വേണം. 30 പോയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് തിരിച്ച് വന്നാലുള്ളൂ എൻട്രി. 30 കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇറങ്ങിക്കുക. 10 നിഫ്റ്റിയിൽ പോയി അവിടെ ഇറങ്ങുക.
ബാങ്ക് നിഫ്റ്റിയിൽ 30 അല്ലെങ്കിൽ 20 ഏതാണെന്ന് വെച്ചാൽ നമുക്ക് വെക്കാം. 30ൻ്റെ മുകളിൽ കഴിഞ്ഞ് സ്റ്റോപ്പ് ലോസ് ഒന്നുമില്ല. 30 അടിച്ചു കഴിഞ്ഞാൽ അവിടെ ട്രേഡ് കഴിഞ്ഞു. ഇനി 20 ഇറങ്ങുന്നവർക്ക് അങ്ങനെയും ഇറങ്ങാം. 30ലേക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 100 പോയിൻ്റാണ്. ബാങ്ക് നിഫ്റ്റിക്ക് നമ്മൾ എപ്പോഴും 100 പോയിൻ്റ് വെക്കണം. 30 വെച്ചാൽ 20 വെച്ചാലും നമ്മൾ 100 പോയിൻ്റ് തന്നെ ടാർഗറ്റ്. അപ്പോൾ ഈ ടാർഗറ്റ് അടിക്കുന്നവർ കൂടിയിട്ട് നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് അടിക്കുക. നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ അറിയണവരുടെ കാര്യമാണ് പറയണത്. അല്ലാത്തവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 1:1. അത് 20 പോയിൻ്റ് ഞാൻ കൂട്ടണുള്ളൂ 1:1ലേക്ക്. ഇപ്പോൾ 20 പോയിൻ്റ് കിട്ടി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇറങ്ങുക. 20 പോയിൻ്റ് എല്ലാ ട്രേഡിലും എടുത്ത് വിളിച്ചാൽ മതി. മനസ്സിലായില്ലേ? 20 പോയിൻ്റിൽ 30 പോയിൻ്റ് എടുക്കണവരാണെങ്കിൽ 30 പോയിൻ്റ് എടുക്കുക. 1:1 അങ്ങനെ എടുത്ത് ഇറങ്ങുക. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ 1:1 നിങ്ങളൊരു 30-40 ട്രേഡ് അങ്ങനെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് കൊടുക്കണമെങ്കിൽ കൂടുതൽ നമുക്ക് ഏണിങ്സ് അവിടെ വരും ഓട്ടോമാറ്റിക്കലി. 30-40 ട്രേഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലും സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് 51,500 PE. അതിൽ നമുക്ക് 100 പോയിൻ്റ് അച്ചീവ് ആയിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇന്ന് 17-ാം തീയതിയാണ്. 17-ാം തീയതി നമുക്ക് രണ്ടാമത്തെ മിനിറ്റിലെ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പ്രൈസ് 441.75 മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സെല്ലേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേടിക്കാമെന്നാണ്. നമുക്ക് കണ്ടറിയാം 2 മിനിറ്റ് കൊണ്ടേ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. 9:15 തുടങ്ങിയ ട്രേഡ് 9:15 തന്നെ 9:16 നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. 9:45 ആയപ്പോൾ ആ ട്രേഡ് ഫിനിഷ് ആയിട്ടുണ്ട്. അതായത് 100 പോയിൻ്റ് ടാർഗറ്റ് അരമണിക്കൂർ കൊണ്ടാണ് പറയണത്. 100 പോയിൻ്റ് ടാർഗറ്റ്. ഇത് ഫസ്റ്റ് നിങ്ങൾ വന്നിരിക്കണം. 9:15 നിങ്ങൾ ടെലിഗ്രാമിൽ ഉണ്ടായാലാണ് ഇതൊക്കെ കാര്യം നടക്കുള്ളൂ. മാക്സിമം പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ആ ട്രേഡ് ആക്ടിവേറ്റ് ആയിക്കണത്. ആസ് യൂഷ്വൽ ആയിട്ടുള്ള എൻട്രീസ് ആണ്. ഇതിലിപ്പോൾ കാര്യങ്ങൾ ഒന്നുമില്ലേ പറയാൻ. നമ്മുടെ സെല്ലേഴ്സ് വന്നു, എൻട്രി എടുക്കുക, പ്രോഫിറ്റ് എടുക്കുക, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. 100 പോയിൻ്റ് അവിടെ അടിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാതും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. 1:1 കിട്ടി ബുക്ക് സേഫ് ട്രേഡേഴ്സ്. ബിഗിനേഴ്സ് ഉണ്ടാകും അവർ ബുക്ക് ചെയ്യുക. 1:2 ആകുമ്പോൾ ബുക്ക് ചെയ്യുക. എല്ലാത്തിലും ബുക്കിങ് ഞാൻ പറയുന്നുണ്ട്. ആരെയും പിടിച്ചിരുത്തണില്ല. കറക്റ്റായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്ത് ഇറങ്ങുക. പ്രോഫിറ്റ് ആണല്ലോ മെയിൻ. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇത്ര കൊടുക്കണമെങ്കിൽ പ്രോഫിറ്റ് ഇത്ര എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻഷൻ ഇല്ല. അത്രേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് വന്ന 53,500 PEയിൽ 695.65 മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും അവിടെ പ്രോബിലിറ്റി ഉണ്ട് ട്രേഡ് കിട്ടാൻ എന്ന് കണ്ടായിരുന്നു. പിന്നെ 24,700 PEയിൽ ഞാൻ 286.5 മുകളിലേക്ക് വന്നാലും ട്രേഡ് ഉണ്ടെന്നും കണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊക്കെ നോക്കാം. പക്ഷേ ഇവിടെ ഞാൻ ഫസ്റ്റ് ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ 8:34 പറഞ്ഞിട്ടുണ്ടായിരുന്നു 229 മുകളിലേക്ക് PE സ്ട്രൈക്ക് 24,700 PE വന്നു കഴിഞ്ഞാൽ സെല്ലേഴ്സ് റേഷൻ കണ്ടു കഴിഞ്ഞാൽ മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് നോക്കിയറിയാം 17-ാം തീയതിയാണ് ഞാൻ കൊടുത്ത ലെവൽ 229.20. അതിൻ്റെ മുകളിൽ സെല്ലേഴ്സ് റേഷൻ ഇത്ര അകലെയാണ് വന്നേക്കണത്. 253-ലാണ്. അതായത് ഒരു 20 പോയിൻ്റ് വ്യത്യാസം, 22-23 പോയിൻ്റ് വ്യത്യാസം അവിടെ ഉണ്ട്. അങ്ങനത്തെ പോയിൻ്റ് വ്യത്യാസത്തിൽ അഗ്രസീവ് ട്രേഡേഴ്സ് മാത്രം എൻട്രി എടുത്താൽ മതി. അതായത് കറക്റ്റ് 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇടുക. നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ട് ഈ പ്രോഫിറ്റ് ഇവിടെ കിട്ടണമായിരുന്നു. പക്ഷെ നമുക്ക് സെല്ലേഴ്സ് റേഷൻ വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് പോരേണ്ട സ്ഥലത്താണ് നമ്മുടെ സെല്ലേഴ്സ് റേഷൻ വന്നത്. അപ്പോൾ അത്രയും 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമുള്ള എൻട്രിയാണ് ഈ പറഞ്ഞ എൻട്രി. അതായത് കറക്റ്റ് അവിടെ എൻട്രി ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. 253 എല്ലാവർക്കും കൊടുക്കാം. 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് എല്ലാവർക്കും കൊടുക്കുക. പക്ഷേ ഇതിൻ്റെ ഒരു റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടേണ്ടത് ഈ എൻട്രികളൊക്കെ. ഈ എൻട്രി കിട്ടിയിട്ട് നമ്മൾ ഇറങ്ങേണ്ട പൊസിഷനിലാണ് നമുക്ക് ഈ സെല്ലേഴ്സ് സ്കാനിൽ പിന്നെ ഈ ട്രേഡിൽ ആക്ടിവേറ്റ് ആയിക്കണത്. അതാണ് എൻ്റെ അടുത്ത പ്രശ്നം. അതാണ് റിസ്കിൻ്റെ ഉള്ളിലത്തെ റിസ്ക് എലമെൻറ്റ്. അതാണ് ഇതിന് മുകളിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് എടുക്കുക താല്പര്യമുള്ളവരൊക്കെ. അങ്ങനെ എടുത്തവർക്ക് 50 പോയിൻ്റ് ടാർഗറ്റ് അവിടെ നമുക്ക് കാണാൻ വലിയൊരു ക്യാനിൽ അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അത് ആക്ടിവേറ്റ് ആയിക്കണത്. ഇനി ഇതേ സ്ട്രൈക്കിൽ ഞാൻ വേറൊരു പ്രൈസും കൂടി ഉണ്ടായിരുന്നു 286.50. ഈ 286.50 നമുക്ക് എടുക്കാം. 286.50 എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സ് സ്കാനിൽ കണ്ടിട്ടാണ് പിന്നെ എടുക്കൽ കേട്ടോ. ചാടി കയറി എടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ഇതും അഗ്രസീവ് എൻട്രീസ് ആണ്. 318-ലാണ് ഇതിൻ്റെ എൻട്രി കിടണത്. 286-ന് 318-ലാണ് കിടണത്. അപ്പോൾ ഒരു 20-30 പോയിൻ്റ് വ്യത്യാസം അവിടെ തന്നെ വന്നു. അപ്പോൾ നമുക്ക് കിട്ടേണ്ട പ്രോഫിറ്റിൻ്റെ മുകളിലാണ് സെല്ലേഴ്സ് സ്കാനിൽ വന്നേക്കണത്. പക്ഷെ നമുക്ക് അവിടെ 10 പോയിൻ്റ് എസ് ഇട്ടിട്ട് എടുക്കാം. അത് അഗ്രസീവ് എൻട്രീസ് ആണ്. 10 പോയിൻ്റ് നമുക്ക് പോകുള്ളൂ. കിട്ടുകയാണെങ്കിൽ 50 പോയിൻ്റ് അല്ലെങ്കിൽ 30 പോയിൻ്റ് കൂടെ കിട്ടും. അങ്ങനെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു മൈൻഡിലെടുക്കുക. അല്ലാത്തവരെ ഇപ്പോൾ ഇത്രയും ദൂരത്ത് പോയി ഇനിയിപ്പോൾ എടുക്കണോ കൺഫ്യൂഷൻ നിൽക്കണവരെ എടുക്കരുത്. കൺഫ്യൂഷനിൽ നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. ഓക്കെ,
അത് ഫസ്റ്റ് മനസ്സിലാക്കുക. കൺഫ്യൂഷൻ ചെയ്ത് ഒറ്റ മൈൻഡ്, നമുക്ക് അവിടെ എടുക്കണം, നമുക്ക് ഇത്ര ലോസ് വരുള്ളൂ എന്നുള്ള ഒരു മൈൻഡ് ഉള്ളവർ മാത്രം ആ ട്രേഡുകളൊക്കെ എടുക്കുക. ഇത് നമുക്ക് 50 പോയിൻ്റ് പ്രോഫിറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് കാണാം ഈസി ആയിട്ട് കിട്ടിയ 50 പോയിൻ്റാണ്. ഇപ്പോൾ ഇതാണ് ആ 2 ട്രേഡുകൾ. പിന്നെ ഞാൻ വേറെ ട്രേഡ് നിഫ്റ്റിയിൽ കൊടുത്തിട്ടില്ലേ. എല്ലാ പ്രൈസിലും ഞാൻ പ്രോഫിറ്റിലേക്ക് വരുന്ന നേരത്തെ അത് 1:1 1:2 ആക്റ്റീവ് ആണ് നേരത്തെ എല്ലാവരും പറഞ്ഞു. 1:1 ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ഒക്കെ ബുക്ക് ചെയ്തേക്ക്, എല്ലാ സ്ലോട്ടും നിങ്ങൾ വിറ്റേക്ക്. നിങ്ങളത് എടുത്തിട്ട് പഠിക്കും, 30-40 ട്രേഡ് പഠിക്കുക. എനിക്ക് ധൈര്യമില്ലാത്ത കാരണമല്ല പറയണത് ഞാനിത്. 1:1 ഒരു 30-40 ട്രേഡ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി 1:2 ഇരിക്കും, ബാക്കി 30-40 ട്രേഡ്. അങ്ങനെ ഇത് പഠിച്ച് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറയണത്. നിങ്ങൾ ലോസ് അടിക്കുമ്പോൾ വിഷമിച്ചാലും ഈ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ഇറങ്ങാനും നിങ്ങൾക്ക് മൈൻഡ് വേണം. അത് SL കൊടുക്കാനുള്ള മൈൻഡ് പോലെ തന്നെ പ്രോഫിറ്റ് എടുക്കാനുള്ള മൈൻഡും വേണം. നിങ്ങൾ ആ പ്രോഫിറ്റ് ഇങ്ങനെ പോണ കണ്ടിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ 10 പോയിൻ്റ് SL 10 പോയിൻ്റ് ടാർഗറ്റിൽ ബിഗിനേഴ്സ് ഇറങ്ങുക. എക്സ്ട്രീമായിട്ട് ട്രേഡ് ചെയ്യണവരാണെങ്കിൽ, അതായത് കുറേ കാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രേഡിങ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ വെയിറ്റ് ചെയ്യുക. 1:3 1:4 1:5 എവിടെയൊക്കെ നിങ്ങൾക്ക് ബുക്കിംഗ് നടത്താം കറക്റ്റായിട്ട്. കറക്റ്റ് പ്രൈസും ഞാൻ പറയുന്നുണ്ട്, സ്റ്റോപ്പ് ലോസും പറയുന്നുണ്ട്, എല്ലാവരും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളത് കറക്റ്റായിട്ട് കേൾക്കുക. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നില്ല 695 53,500 P, അത് നമുക്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ അഗ്രസീവ് എൻട്രി തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ അത് ആക്ടിവേറ്റ് ആയിരിക്കണത്. അതിന് 30 പോയിൻ്റ് അല്ലെങ്കിൽ 20 പോയിൻ്റ് കൊടുക്കാൻ പറ്റുന്നവർ മാത്രം എടുത്താൽ മതി അതൊക്കെ. അല്ലെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ ആക്ടിവേറ്റ് ആവേണ്ട എൻട്രികളാണ്. നമ്മൾ എൻട്രി എടുത്തിട്ട് ഒരു 50 പോയിൻ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു 1:3 കിട്ടേണ്ട സ്ഥലത്താണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. പിന്നെയും സെല്ലർ സ്കാനിൽ വരുന്ന അവിടെയാണ്. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ റിസ്കുകളുണ്ട്. നമ്മുടെ കണ്ടീഷൻ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കാം. 20 രൂപ 30 രൂപ ബാങ്ക് നിഫ്റ്റിയിൽ സ്റ്റോപ്പ് ലോസ് ഇടുക, 10 രൂപ നിഫ്റ്റിയിൽ ഇടുക, ട്രേഡ് എടുക്കുക. 1:1 ആകുമ്പോൾ ഇറങ്ങുക. ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിക്ക് നിങ്ങളെല്ലാവരും വാ. അങ്ങനെയാണെങ്കിൽ അടിപൊളിയാണ് കാര്യങ്ങൾ. ഇത് നമുക്ക് 50 പോയിൻ്റാണ് ഇതിലത്തെ ടാർഗറ്റ് വന്ന് കാണാം. ഞാൻ 1:2 എന്നാണ് എഴുതിയിട്ടുള്ളെങ്കിലും 53 പോയിൻറ്റിൻ്റെ ടാർഗറ്റിൽ വന്നിട്ടുണ്ട്. അതിൽ 1:1 ഒരു പ്രശ്നമില്ലാണ്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളത് 1:2 എടുക്കണവർക്ക് കൊടുക്കുക. 1:1 ഞാൻ പറയാനുള്ളൂ. ബിഗിനേഴ്സ് 1:1 എടുത്ത് പഠിക്കും. അപ്പോൾ ഇത്രയും ട്രേഡാണ് നമുക്കൊന്ന് ആക്ടിവേറ്റ് ആയിക്കുന്നത്. നല്ലൊരു ട്രേഡിങ് ദിവസമായിരുന്നു. നമുക്ക് ഇന്ന് മാത്രമായിട്ടൊരു 200-300 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത കാര്യമാണ് പറയുന്നത്. 200-300 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് വന്നിട്ടുണ്ട് നിഫ്റ്റിയിലും ബാങ്കിലും കൂടിയിട്ട്. ഇന്നലെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 250 പോയിൻറ്റോളം 200 പോയിൻറ്റോളം ഇന്നലെയും ടാർഗറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ടോട്ടലി 2 ദിവസം കൊണ്ട് തന്നെ 500-600 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻ്റാണ് ക്യാച്ച് ചെയ്തേക്കുന്നത്. മനസ്സിലായില്ലേ? ട്രേഡറാണെന്ന് മറ്റു കാര്യമില്ല. നമ്മൾ ഇത്രയും പോയിൻറ്റ്സ് ഞാൻ ഈ ലൈവ് മാർക്കറ്റിൽ എന്നിട്ടാണ് പറയണത്. ഇത്രയും പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്യുന്ന പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഇപ്പോൾ ഇന്നത്തെയും ട്രേഡിങ്ങുകൾ നമുക്ക് എടുത്ത് നോക്കി അറിയാം. നമ്മുടെ ടെലിഗ്രാമിൽ കയറി നോക്കി അറിയാം. ഞാൻ എല്ലാം തരുന്നത് ഏർലി എൻട്രീസാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എൻട്രികൾ നിങ്ങൾ എൻട്രി എടുക്കുക, പ്രോഫിറ്റ് എടുക്കുക. നിങ്ങൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. മാക്സിമം 1:1 എടുത്ത് പഠിക്കും ബിഗിനേഴ്സ്. അതേ ഞാൻ പറയണുള്ളൂ കേട്ടോ. നല്ല ട്രേഡേഴ്സ് ഈ പറഞ്ഞാൽ ഫുൾ ടാർഗറ്റിക്ക് തന്നെ വെയിറ്റ് ചെയ്തേക്ക്, കറക്റ്റ് അവിടെ എത്തുമ്പോൾ ഇറങ്ങിയേക്ക്. ഇപ്പം ഇന്നത്തെ ട്രേഡൊക്കെ കണ്ടറിയാം നിങ്ങൾക്ക്. ആദ്യത്തെ മിനിറ്റിൽ അല്ലെങ്കിൽ ആദ്യത്തെ 2ാമത്തെ മിനിറ്റിൽ 9, 16, 17 തന്നെ ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ടെലിഗ്രാമിലുള്ളവരെല്ലാവരും ഓൺ ടൈമിന് എത്താൻ നോക്കുക. ഞാൻ ഇടുന്ന ട്രേഡുകൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഇൻഫർമേഷൻസ് എൻ്റെ പ്രീവിയസ് വീഡിയോസൊന്നോ അല്ലെങ്കിൽ ഈ വീഡിയോസൊന്നോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ വീഡിയോസൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ലോസിൽ നിൽക്കണം നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്ക് ഷെയർ ചെയ്യുക. ടെലിഗ്രാമിൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് എല്ലാം കൊടുക്കുന്നത്. ഈ പോയിൻറ്റ്സ് ഒക്കെ എടുക്കുന്നത് ഫ്രീ ആയിട്ടാണ്. നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും, എല്ലാം ഫ്രീ ആണ്. ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് DM ചെയ്ത് ചോദിക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാളെ അടിപൊളി ട്രേഡിംഗ് ഡേ ആവട്ടെ. അപ്പോൾ നാളെ കാണാം. ബൈ.